നമ്മൾ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, പിന്നെ സിനിമയിൽ സക്സസ്ഫുൾ ആയതിനു ശേഷം ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എത്രത്തോളം സിനിമ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിക്കരുത്, ഞാൻ കഷ്ടപ്പെട്ട് കാണാൻ വെച്ചേക്കണം. അല്ല, സിനിമ സ്വാധീനിച്ചത് സിനിമയുടെ അല്ല, അതിന് മുന്നേ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൊതുവെ സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിക്കുള്ള ഒരു ഫെയിം ഉണ്ട്, ആൾക്കാരുടെ അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മൾ അതുവരെ ഇപ്പൊ നേരത്തെ ബസ്സിന്റെ ചോദ്യം ചോദിച്ച പോലെ ഞാൻ കോളേജിൽ എപ്പോഴും ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഫെയിമിലേക്ക് എത്തുമ്പോൾ അതിന് നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത്രയും പേര് നമുക്ക് അറിയാത്ത ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുക, നമ്മളോട് ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവർക്ക് നമ്മളെ സ്ക്രീനിൽ കണ്ട പരിചയം കൊണ്ട് നമ്മളുടെ അടുത്ത് നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് ബേസിക് ലൈഫിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റൂട്ടീൻ എല്ലാം സെയിം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു മെയിൽ ആക്ടറിന്റെ ഒരു മൂവി ആണെങ്കിൽ അതിൽ നമുക്ക് ഇനീഷ്യൽസ് കൂടുതലായിരിക്കും. അതിനകത്താണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള അപ്രിസിയേഷൻ കൂടുതലായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഷോൾഡർ മൂവി ചെയ്യുമ്പോൾ ഇപ്പം അപർണ ചേച്ചി ആയിക്കോട്ടെ, പാർവതി ചേച്ചി, മഞ്ജു ചേച്ചി, ഉർവശി ചേച്ചി, നിങ്ങൾ ഒരു ഫീമെയിൽ ഷോൾഡർ മൂവി ചെയ്യുമ്പോൾ ഇത്രയും ഇനീഷ്യൽസ് നമുക്ക് തിയേറ്റേഴ്സിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു തെറ്റിദ്ധാരണയല്ലേ മേഡം? അത് ആ സിനിമ നമ്മൾ അതിന്റെ പബ്ലിസിറ്റിയും ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പും അതാണ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു എന്താ പറയുക ഒരു ഇനീഷ്യൽസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ അഞ്ജലി മേനോൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അവരുടെ സിനിമകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ എനിക്കറിയില്ല കേട്ടോ, ഒരു സിനിമയുടെ നമ്മള് പ്രൊമോഷന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗത്തുമായിട്ട് ആ സിനിമ നമുക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി പിന്നെ എനിക്ക് അപ്രിസിയേഷൻ ഒക്കെ നല്ലോണം കിട്ടും. ഞാനിപ്പോ ഷോൾഡർ ചെയ്ത സിനിമകളാണെങ്കിലും ആൾക്കാർ കണ്ടിട്ട് ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളായിട്ട് ഇപ്പൊ ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് അവർ പറയാറുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ പറയാറുണ്ട്. സാറിന്റെ ടേക്ക് എന്താണ്? അല്ല, ഇതിനെ പറ്റി ഇപ്പൊ പറഞ്ഞതിനെ പറ്റി ഫീമെയിൽ സിനിമയ്ക്ക് ഇനീഷ്യൽ ഉണ്ടാവുന്നു അതല്ലേ ചോദ്യം? അല്ല, അത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഞാൻ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അത് ഫസ്റ്റ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡേയിലും നൂൺ ഷോയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു 40% ആള്. ഞാൻ കഴിഞ്ഞ് പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഷോയ്ക്ക് വന്നപ്പോഴത്തേക്കും അത് 80% ആയി. അപ്പൊ എന്നോട് തിയേറ്ററുകാർ പറഞ്ഞു ഈ പടം പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാ ചോദിച്ചു, ബുക്കിങ്സ് വരുന്നത് 8, 10, 6, 7, അതായത് ഫാമിലി മൊത്തത്തിൽ അടച്ച് ബുക്കിംഗ് പോരുവാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷനിനകത്ത് മുഴുവൻ ചില ഡയലോഗുകളും അങ്ങനെ ഉണ്ട്. അത് പിന്നെ അതിന്റെ താഴെ റിവ്യൂ ആൾക്കാർ എഴുതി വായിച്ചപ്പോ ഇതെന്റെ ചേച്ചി പറയുന്ന പോലെ ഉണ്ട്, ഇതെന്റെ അമ്മ പറയുന്ന പോലെ. അപ്പൊ എവിടെയോ അവർക്ക് കണക്ട് ചെയ്തു, അതുകൊണ്ട് അതിനാള് വന്നു. പക്ഷെ അപ്പൊ മാർക്കറ്റിംഗ് ആ സിനിമ എങ്ങനെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇപ്പൊ എത്രയോ മെയിൽ ആക്ടേഴ്സ് ചെയ്ത പടങ്ങൾ തിയേറ്ററിൽ ആള് വരാതിരുന്നു. മനസ്സിലായി? ആൾക്കാരെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വൺസ് അത് വന്ന് തിയേറ്ററിൽ വന്ന് നല്ലൊരു ഒപ്പീനിയനോട് വന്നാൽ അതങ്ങ് കയറി പൊക്കോളൂ. എല്ലാം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമില്ല. ഇപ്പൊ നമ്മള് എടുത്തിപ്പോ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു സിനിമയാണ് എല്ലാം. നമ്മൾ ഇപ്പൊ മെയിൽ സെൻട്രിക് സിനിമ എന്നല്ലല്ലോ നമ്മൾ പറയാം. എവറിത്തിങ് ഇസ് എ മൂവി. ഇഫ് ഇറ്റ്സ് ഗുഡ് ഇറ്റ് വിൽ വർക്ക്, ഇഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇറ്റ് വോണ്ട് വർക്ക്, നോ മാറ്റർ ഹൂ ഡസ് ദാറ്റ്. നമുക്കറിയുന്ന ഒത്തിരി ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ സിനിമകൾ തിയേറ്ററിൽ വർക്ക് ആവാതിരുന്നിട്ടുണ്ട്. പുതിയ ആൾക്കാർ ചെയ്യുന്ന സിനിമകൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ സ്ക്രീനിൽ വന്നിട്ട് ഒരു ഭീകര ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് എവറിത്തിങ് ഇസ് സിനിമ. വർക്കായാ വർക്കാവും, ഇല്ലെങ്കില്ല. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ഒരുപാട് മറ്റു ഭാഷയിലായാലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ലൈക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഓരോ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടായിരിക്കും. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ ലൈക്ക് ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വേണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, അങ്ങനത്തെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഒരുപാട് പേരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പം ഞാൻ സൂര്യ റിപ്പോർട്ടർ ചെയ്തപ്പോൾ സൂര്യ സാറിന്റെ ഒരു ഡിസിപ്ലിൻ, പുള്ളി എടുക്കുന്ന പുള്ളിക്ക് മറ്റൊരു എന്താ പറയാ കുറെ ഏജ് ഡൗൺ ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ പുള്ളി എടുത്ത എഫേർട്ടും ആ കാര്യങ്ങളും പൊതുവേ ഉള്ളൊരു ഡിസിപ്ലിൻ. പിന്നെ ഒരുപാട് പേര് ഇക്കാട് കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ
ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഇക്കാനെ തന്നെ എപ്പോഴും ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് ഖാൻ ഇപ്പൊ കോ ആക്ടേഴ്സിന്റെ അടുത്ത് മാത്രമല്ല എൻറ്റയർ സെറ്റിന്റെ അടുത്ത് പെരുമാറുന്ന രീതി എന്താ പറയാ ഭയങ്കര റിമാർക്കബിൾ. കാരണം നമ്മളെല്ലാവരും എല്ലാവരെയും ആ കൺസേണിൽ എടുക്കൂല. അതെല്ലാവരും ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാം ക്രൂവിന് മൊത്തം ആസിഫ് ഖാന്റെ അടുത്തുള്ള അടുപ്പം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയാ നമ്മളെല്ലാവരെയും ആ ഒരൊറ്റ ഇതില് കാണുമ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ സിനിമയിൽ നിന്നും ഓരോരുത്തർ ഇപ്പോൾ റായനിൽ വർക്ക് ചെയ്തപ്പം ധനുഷ് സാറ് ഡയറക്റ്റ് ചെയ്തത് സിനിമയാണ്. പുള്ളി എത്ര ലേറ്റ് ആയാലും പിറ്റേ ദിവസം 6 മണിക്കാണ് ഷൂട്ട് എന്നുണ്ടെങ്കിൽ 5:50 പുള്ളി അവിടെ ഉണ്ടാവും. 2 മണി വരെ ഷൂട്ട് പോയാലും എത്ര ലേറ്റ് ആയി ഷൂട്ട് പോയാലും പുള്ളി അവിടെ ഓൺ ടൈം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല ആർക്കും. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ ഡിസിപ്ലിനും ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോ സിനിമയിലും ഓരോ ആൾക്കാരും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആസിഫ്ക്കുള്ള സെറ്റിൽ അപർണ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സെറ്റിൽ അതുപോലെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഡയറ്റിലായിരുന്നു. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിച്ചു. ഏറ്റവും കൂടുതൽ എന്താ ഡയറ്റിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫുഡ് എന്താ? എനിക്ക് ചോറ്. ചേച്ചിക്കും ചോറല്ലേ? എല്ലാവർക്കും ഒരുവിധം എല്ലാ മലയാളികൾക്കും ചോറ് അവോയ്ഡ് ചെയ്യാൻ. ഉച്ചക്ക് ചോറ് കഴിക്കാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശീലമാണ്. കംഫർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. ചോറും മീൻകറിയും പപ്പടവും ഉച്ചക്ക് ഞങ്ങൾ ചോറ് വേണ്ടിട്ട് ഓടി. ഞാൻ അവിടെ ഇരിക്കാത്ത കാര്യം ബുഫയ്ക്കൊക്കെ പോയിരുന്ന ഇത് പൊളിയൊന്നും ഉറപ്പാണ് എനിക്ക്. ഞാൻ റൂമിൽ പോകുന്നു. ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇക്കാനെ പറ്റി പറയുമ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടൻ, എതിരാളികൾ ഇല്ലാത്ത ഒരു പോരാളി. എങ്ങനെയാണ് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അത് ആരും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അങ്ങനെ അല്ല, അതിലൊന്നും കാര്യമില്ലല്ലോ. നല്ല സിനിമകൾ വരുമ്പോ നന്നായി പെരുമാറുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാവും. എവിടെയെങ്കിലും ഒന്ന് പഴയതെല്ലാം പൊളിയും. അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇത് പൊളിയും. ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും രീതിയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരാളോട് ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മനുഷ്യൻ മോശമായിട്ട് പെരുമാറുമല്ലോ, അയാള് അത് വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ അത് പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊളിയും. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നിട്ടുള്ള മൊമെന്റ് എപ്പോഴാ? ദേഷ്യം വന്നിട്ടുള്ളത് കാർബ്സ് കട്ട് ചെയ്തപ്പോ. ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അത് എന്തിനാ ദേഷ്യം വരുന്നതെന്നും പറയാൻ നമുക്ക് മനസ്സിലാവൂല. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്റെ ട്രെയിനർ ഇപ്പൊ എന്റെ ബാക്കിയുള്ള സ്റ്റാഫിനോടും അത്യാവശ്യം ക്രൂവിലുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോ എനിക്കും വിഷമമാവും. ഞാൻ പോയി സോറി പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ അത് സംഭവിക്കുന്നുണ്ട് കുറച്ച്. ഓക്കെ സാർ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവീസിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ കാണുന്നുണ്ട്. അപ്പം അതാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന്റെ സ്വാതന്ത്ര്യം, ഒരു സിനിമ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നില്ലേ? എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്നാലും പൊതുവെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ രാഷ്ട്രീയം പറയാൻ ഞാൻ ശ്രമിക്കാറില്ല. അങ്ങനെ രാഷ്ട്രീയം ഇപ്പം ഞാൻ പലയിടത്തും ചില കേസുകൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചില രാഷ്ട്രീയ താല്പര്യത്തിൽ ചില സിനിമകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർകക്ഷിക്കാർ ആഞ്ഞു കയറി അതിനകത്ത് തോണ്ടാൻ നോക്കും. പ്രൊവോക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത്. ചുമ്മാതെ അതിനകത്ത് കയറേണ്ട കാര്യമില്ല. ഞാനൊരിക്കലും ഇതിനകത്ത് രാഷ്ട്രീയം, മതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റോറീസ് ചെയ്യുന്നു, അനാവശ്യമായ കോൺട്രവേഴ്സിൽ ഞാനങ്ങനെ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഈയിടെ ഉണ്ടായ ഇതിനകത്ത് മാത്രം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഒരു പേരാണെങ്കിലും അത് എനിക്കും ഭയങ്കര എനിക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്താണെന്നുള്ളത്. അത് ഒരു നമ്മുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായി അതിന് മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സിനിമ എനിക്കറിയില്ല, അതിപ്പം കോൺട്രവേഴ്സി പല കാര്യങ്ങളും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി അതിനെ പറ്റിയിട്ട് ആളുകൾ എന്താണ് ആ പ്രശ്നം, അതെ, ആ സിനിമയെ പറ്റിയിട്ട് ആളുകൾ സംസാരിക്കാൻ കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ,
ഓക്കെ, അപ്പം അന്ന് അസ്കർ ഖാന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇക്ക അഭിനയിച്ചിട്ടുള്ളതിൽ അസ്കർ ഖാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ബാച്ചിലർ പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇക്കാക്ക് അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻസ് കിട്ടിയത് കെട്ടിയോണന്റെ മാലാഖയാണ്, ഉയരെയുണ്ട്. അപ്പൊ അങ്ങനെ ഓഡിയോ സിനിമകളിലൊക്കെ ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇനിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യണം ഉറപ്പായിട്ടും. വില്ലൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇടികൊള്ളാൻ പോണ വില്ലൻ അല്ല, ഒരു പേർപ്പസ് ഉള്ള വില്ലൻ ആയിരിക്കണം. അത്രേ ഉള്ളൂ. കെട്ടിട്ടിടിക്കാൻ പറ്റില്ല. വില്ലനെ കെട്ടിട്ടിടിക്കാൻ പോണ വില്ലനെ കിട്ടൂല എന്ന് പറഞ്ഞ. അപർണ ചേച്ചി ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ക്യാരക്ടർ ഏതാ? എനിക്ക് മഹേഷിന്റെ പ്രതികാരത്തിലെ ജിൻസി, സൺഡേ ഹോളിഡേയിലെ ക്യാരക്ടർ, സുറൈ പോട്ടർ, പിന്നെ സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക? ഞാനെല്ലാം എല്ലാ ക്യാരക്ടേഴ്സും. എന്നാലും പ്രണയവിലാസത്തിലെ ഒരു ക്യാരക്ടർ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അല്ലാതെ ഓഡിയൻസ് പറയുന്നതല്ലേ, ഞാൻ എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം ഇഷ്ടമാണ്.